അധ്യായം 8. അനന്തരം ദാവീദ് ഫെലിസ്ത്യരെ ജയിച്ചടക്കി. മൂലസ്ഥാനത്തിന്റെ ഭരണം ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് കരസ്ഥമാക്കി. അവൻ മോവാബ്യരെയും തോൽപ്പിച്ച് അവരെ നിലത്തുകിടത്തി ചരടുകൊണ്ട് അളന്നു. കൊല്ലുവാൻ 2 ചരടും ജീവനോടെ രക്ഷിപ്പാൻ 1 ചരടുമായി അവൻ അളന്നു. അങ്ങനെ മോവാബ്യർ ദാവീദിന് ദാസന്മാരായി കപ്പം കൊടുത്തുവന്നു. രഹോബിന്റെ മകനായി സോബാരാജാവായ ഹദദേസർ നദീതീരത്തുള്ള തന്റെ ആധിപത്യം യഥാസ്ഥാനപ്പെടുത്തുവാൻ പോയപ്പോൾ ദാവീദ് അവനെ തോൽപ്പിച്ചു. അവന്റെ വക 1700 കുതിരച്ചേകവരെയും 20,000 കാലാളുകളെയും ദാവീദ് പിടിച്ചു. രഥക്കുതിരകളിൽ 100 മാത്രം വെച്ചുംകൊണ്ട് ശേഷം കുതിരകളൊക്കെയും കുതിഞ്ഞരമ്പ് വെട്ടിക്കളഞ്ഞു. സോബാരാജാവായ ഹദദേസരിനെ സഹായിപ്പാൻ ദമ്മേശക്കിനോട് ചേർന്ന് അരാമ്യർ വന്നപ്പോൾ ദാവീദ് അരാമ്യരിൽ 20,000 പേരെ സംഹരിച്ചു. പിന്നെ ദാവീദ് ദമ്മേശക്കിനോട് ചേർന്ന അരാമിൽ കാവൽപ്പട്ടാളങ്ങളെ പാർപ്പിച്ചു. അരാമ്യരും ദാവീദിന് ദാസന്മാരായി തീർന്നു, കപ്പം കൊടുത്തുവന്നു. ഇങ്ങനെ ദാവീദ് ചെന്നോടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. ഹദദേസരിന്റെ ഭൃത്യന്മാർക്കുണ്ടായിരുന്ന പൊൻപരിചകളെ ദാവീദ് എടുത്തു യെരൂശലേമിലേക്ക് കൊണ്ടുവന്നു. ഹദദേസരിന്റെ പട്ടണങ്ങളായ ബേദഹിൽ നിന്നും ബെരോദായിൽ നിന്നും ദാവീദു രാജാവ് അനവധി താമ്രവും കൊണ്ടുവന്നു. ദാവീദ് ഹദദേസരിന്റെ സർവ്വസൈന്യത്തെയും തോൽപ്പിച്ചു എന്ന് ഹമാത്ത് രാജാവായ തോയി കേട്ടപ്പോൾ ദാവീദ് രാജാവിനോട് കുശലം ചോദിപ്പാനും അവൻ ഹദദേസരിനോട് യുദ്ധം ചെയ്ത് അവനെ തോൽപ്പിച്ചതുകൊണ്ട് അവനെ അഭിനന്ദിപ്പാനും തോയി തന്റെ മകൻ യോരാമിനെ രാജാവിന്റെ അടുക്കൽ അയച്ചു. ഹദദേസരിന് തോയിയോട് കൂടെ കൂടെ യുദ്ധമുണ്ടായിരുന്നു. യോരാം വെള്ളി, പൊന്ന്, താമ്രം എന്നിവ കൊണ്ടുള്ള സാധനങ്ങളെ കൊണ്ടുവന്നു. ദാവീദു രാജാവ് ഇവയെ അരാമ്യർ, മോവാബ്യർ, അമ്മോന്യർ, ഫെലിസ്ത്യർ, അമാലേക്യർ എന്നിങ്ങനെ താൻ കീഴടക്കിയ സകല ജാതികളുടെയും പക്കൽ നിന്നു രഹോബിന്റെ മകനായി സോബാരാജാവായ ഹദദേസരിന്റെ കൊള്ളയിൽ നിന്നും എടുത്തു വിശുദ്ധീകരിച്ച വെള്ളിയോടും പൊന്നിനോടും കൂടെ യഹോവയ്ക്ക് വിശുദ്ധീകരിച്ചു. പിന്നെ ദാവീദ് ഉപ്പുതാഴ്വരയിൽ വെച്ചു 18,000 അരാമ്യരെ സംഹരിച്ചു മടങ്ങി വന്നപ്പോൾ തനിക്ക് കീർത്തി സമ്പാദിച്ചു. അവൻ ഏദോമിൽ കാവൽപ്പട്ടാളങ്ങളെ ആക്കി. ഏദോമിൽ എല്ലായിടത്തും അവൻ കാവൽപ്പട്ടാളങ്ങളെ പാർപ്പിച്ചു. എദോമ്യരൊക്കെയും ദാവീദിന് ദാസന്മാരായി തീർന്നു. ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. ഇങ്ങനെ ദാവീദ് എല്ലാ ഇസ്രായേലിനെയും വാണു. ദാവീദ് തന്റെ സകല ജനത്തിലും നീതിയും ന്യായവും നടത്തിക്കൊടുത്തു. സെരൂയയുടെ മകൻ യോവാബ് സേനാധിപതിയും അഹീലൂദിന്റെ മകൻ യഹോശാഫാത്ത് മന്ത്രിയുമായിരുന്നു. അഹീതൂബിന്റെ മകൻ സാദോക്കും അബ്യാഥാരിന്റെ മകൻ അഹിമേലക്കും പുരോഹിതന്മാരും. സെരയ രായസക്കാരനുമായിരുന്നു. യഹോയാദയുടെ മകൻ ബെനയാവ് ക്രേത്യർക്കും പ്ലേത്യർക്കും അധിപതിയായിരുന്നു. ദാവീദിന്റെ പുത്രന്മാരോ പുരോഹിതന്മാരായിരുന്നു.